പപ്പ ഹായ് അമ്മുകുട്ടി, എന്തൊക്കെ വിശേഷം പറ. അമ്മൂസേ, എന്തൊക്കെ സ്കൂളിലെ വിശേഷം? ഒന്നുമില്ല. സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മൂസ് സ്കൂളിൽ തീരെ ആക്റ്റീവ് അല്ല, ആരോടും മിണ്ടുന്നില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നില്ല. എന്തു പറ്റി പപ്പടം അമ്മൂസിന്? പപ്പ കൂടെ ഇല്ലാണ്ട് എങ്ങനെ എനിക്ക് സന്തോഷം ഉണ്ടാവുക? മോള് കുറച്ചേരേ ആ കാണുന്ന പാർക്കിൽ പോയിട്ട് കളിക്കട്ടോ. അങ്കിള് പപ്പയായിട്ടൊന്ന് സംസാരിക്കട്ടെ. ശരി അങ്കിൾ. മോള് പറഞ്ഞത് ഞാൻ കേട്ടു. ശരിക്കും പറഞ്ഞല്ലേ, വിവാഹം കഴിച്ചിട്ട് സെപ്പറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കുട്ടികളാവുന്നതിന് മുൻപ് ചെയ്യണം. അല്ലാതെ നിനക്കും നിന്റെ ഭാര്യക്കും ഇപ്പം ഈ സെപ്പറേറ്റ് ആയി ജീവിക്കുന്നതിൽ സന്തോഷം ഉണ്ടായിരിക്കും, പക്ഷെ അതിനിടയിൽ തീരെ വേദന അനുഭവിക്കുന്നത് ആരാന്നറിയോ? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ആവുന്നത് തന്നെയാണ് നല്ലത്. എന്ത് ചെയ്യാനാ സാറേ? ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല, നമ്മളൊന്ന് ബിസി ചെയ്യാൻ പറ്റില്ല. എന്തിന്? മൊത്തത്തിൽ ആൾക്കൊരു സംശയം. സഹിക്കാൻ പറ്റണ്ടായപ്പോൾ അറിയാണ്ടൊന്ന് കൊടുത്തുപോയി. പക്ഷേ അത് ഇത്ര വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ, ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പണം കൊണ്ട് മാത്രം സന്തോഷം വാങ്ങിക്കാവുന്ന ഒന്നല്ല. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, വ്യക്തി സ്വാതന്ത്ര്യം. ഇത് പരസ്പരം രണ്ടുപേരും തമ്മിൽ വാങ്ങിക്കേണ്ടതല്ല, നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞ് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം പരസ്പരം ഈ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്യൂച്ചറിലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനെ കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മോളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അമ്മൂസേ, കളി കഴിഞ്ഞോ? എനിക്ക് ബോറടിക്കുന്നു. പപ്പയും വാ. പപ്പ, മമ്മക്ക് ജോലി കിട്ടി UK-ല്. ഇനി ഞാൻ മമ്മേൻ്റെ കൂടെ പോവാ. ഇനി പപ്പേനെ എങ്ങനെ കാണാ? അമ്മൂസേ, നീ വരുന്നുണ്ടോ? പപ്പ, മമ്മ വിളിക്കുന്നുണ്ട്, പോട്ടെ.